പ്രിയപ്പെട്ട മോംസ് ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ, നമ്മുടെ കോഴ്സിന്റെ ഡേ 10 സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രപഞ്ചത്തോട് ആഗ്രഹങ്ങൾ ചോദിക്കാൻ പഠിച്ചു. എന്നാൽ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കണം. ആ വിശ്വാസം വളർത്താനുള്ള ശക്തമായ ടൂളാണ് അഫർമേഷനുകൾ. ഇന്നത്തെ നമ്മുടെ വിഷയം അഫർമേഷനുകൾ സൃഷ്ടിക്കൽ എന്നതാണ്. നമ്മൾ ദിവസവും നമ്മളോട് പറയുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറാണ് പതിവ്. നമ്മുടെ മനസ്സിനെ ഒരു പുതിയ കമ്പ്യൂട്ടർ പോലെ സങ്കല്പിക്കുക. അതിൽ വൈറസുകളായ നെഗറ്റീവ് ചിന്തകളാണ് ഇപ്പോഴുള്ളത്. അഫർമേഷൻസ് എന്നാൽ ആ കമ്പ്യൂട്ടറിൽ നിങ്ങൾ പുതുതായി ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഈ പുതിയ സോഫ്റ്റ്വെയർ പഴയ സെൽഫ് ഡൗട്ടുകളെ മാറ്റി പുതിയ ആത്മവിശ്വാസം നിറയ്ക്കും. മറ്റൊരാൾ തരുന്ന അഫർമേഷനേക്കാൾ ശക്തിയുണ്ട് നിങ്ങൾ സ്വയം എഴുതുന്ന അഫർമേഷന്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? കരിയറിൽ ഒന്നും നേടുന്നില്ല എന്ന വിഷമമാണോ? ആരോഗ്യം മോശമായതാണോ? ഈ നെഗറ്റീവ് കാര്യങ്ങളെ അവ ഇപ്പോൾ തന്നെ മാറിയതായി കരുതി പോസിറ്റീവ് വാക്കുകളിലേക്ക് മാറ്റണം. അതിനു വേണ്ടിയുള്ള ടെക്നിക്കാണ് കസ്റ്റം അഫർമേഷൻ പ്രാക്ടീസ്. നമ്മൾ സൃഷ്ടിച്ച പുതിയ അഫർമേഷനുകളെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു പ്രാക്ടീസാണിത്. ഇതിനെ നമുക്കൊരു ആത്മവിശ്വാസമുള്ള മുഖം കാണിക്കൽ പോലെ സങ്കല്പിക്കാം. ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ്: കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കസ്റ്റം അഫർമേഷൻസ് പറയുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തെ മാറ്റാൻ കഴിയുന്ന 2 കസ്റ്റം അഫർമേഷനുകൾ സ്വന്തമായി ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, സാമ്പത്തിക ബുദ്ധിമുട്ടിനാണെങ്കിൽ, ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ്, പണം എന്നെ തേടി എളുപ്പത്തിൽ വരുന്നു. കരിയർ ബ്രേക്കിന്, ഞാൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ലോകത്തിന് മൂല്യം നൽകുന്നു. ഇനി നമ്മളിലെ സെൽഫ് ലവ് കുറവിന്, ഞാൻ എന്നെ ആഴത്തിൽ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് ആത്മവിശ്വാസത്തോടെയും വ്യക്തിപരമായ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതുമായ ടോണിലാണ് പറയേണ്ടത്. ഇന്ന് എപ്പോഴെങ്കിലും ശാന്തമായി കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുക. കണ്ണാടിയിലെ നിങ്ങളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഈ അഫർമേഷനുകൾ 10 തവണ ആവർത്തിക്കുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി നുണ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പുതിയ സത്യം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായി ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വയം സംസാരിക്കുക. ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ. നാളെ നമ്മൾ വിശ്വാസത്തിന്റെ ആഴത്തിലുള്ള ശക്തിയെക്കുറിച്ച് പഠിക്കും. അതുവരെ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചിരിക്കുക. താങ്ക് യു.